അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പഠിതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസൺ 9 9ാമത്തെ പാഠമാണ്. അതിൻ്റെ പേര് മഫ്ഊലുൻ ബിഹി എന്നാണ്. മഫ്ഊലുൻ ബിഹി ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പഠന ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പഠനത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് മഫ്ഊലുൻ ബിഹി എന്താണെന്ന് മനസ്സിലാക്കാം. മഫ്ഊലുൻ ബിഹി എന്താണെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഒരു വാക്യത്തിൽ മഫ്ഊലുൻ ബിഹിയെ തിരിച്ചറിയാൻ കഴിയണം, അത് പഠിക്കണം നമ്മൾ. അതിൻ്റെ ഇറാബ് അറിയാൻ കഴിയും. ഇറാബ് എന്താണ്, മഫ്ഊലുൻ ബിഹിൻ്റെ എന്നുള്ളതും നമ്മളെന്താക്കണം, മനസ്സിലാക്കണം എന്നർത്ഥം. മഫ്ഊലുൻ ബിഹി എന്താണ്? അപ്പോൾ നല്ല ശ്രദ്ധിച്ചോളൂ. എന്താണ് മഫ്ഊലുൻ ബിഹി എന്ന് പറയാൻ പോവാണ്. ആരെ, എന്തിനെ എന്ന ക്രിയ ചോദ്യത്തിന് ഉത്തരം പറയുന്ന നാമമാണ് മഫ്ഊലുൻ ബിഹി. അപ്പോൾ മഫ്ഊലുൻ ബിഹി എന്നുള്ളത് നാമാണ്. അത് ക്രിയയുടെ ആരെ, എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അത് ക്രിയയുടെ പ്രവർത്തനം ഏറ്റുവാങ്ങുന്ന നൗണാണ്, അഥവാ നാമമാണ് മഫ്ഊലുൻ ബിഹി. ക്രിയ എന്ത് പറയുന്നോ അത് ഏറ്റുവാങ്ങുന്ന സ്ഥലം. ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. കതബ ത്വാലിബു അദ്ദറസ, വിദ്യാർത്ഥി പാഠം എഴുതി. കതബ ത്വാലിബു ദറസ. അപ്പോൾ കതബ ക്രിയയാണ്, ത്വാലിബ് ഫായിലാണ്, ദറസ അതാണ് മഫ്ഊലുൻ ബിഹി. എന്താണ് എഴുതിയത്? പാഠാണല്ലോ എഴുതിയത്. അപ്പോൾ അതാണ് മഫ്ഊലുൻ ബിഹി. രണ്ടാമത് ഉദാഹരണം നോക്കാം. അക്കലൽ വലതു തുഫാഹത്തുൻ. തുഫാഹ എന്ന ആപ്പിൾ. കുട്ടി ആപ്പിൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അക്കലൽ വലതു തുഫാഹത്തുൻ. അക്കല ക്രിയയാണ്, ഫായില് വാലിദാണ്, മഫ്ഊലുൻ ബിഹി പിന്നെ തുഫാഹാണ്. തുഫാഹ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. മൂന്നാമത് പരിശോധിക്കുക. ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ വായിച്ചു. ഖറഅ ഞാൻ വായിച്ചു, അൽ ഖുർആൻ എന്താണ് വായിച്ചത്? അതാണ് മഫ്ഊലുൻ ബിഹി, ഖുർആൻ, അൽ ഖുർആൻ. അപ്പോൾ നൗണായിരിക്കും അർത്ഥം. ഉദാഹരണം 4 പരിശോധിക്കുക. ഷറബ സെയ്ദുൽ മാ, സെയ്ദ് വെള്ളം കുടിച്ചു. ഷരിബ കുടിച്ചു, സെയ്ദ് ഫായില്, അൽ മാ മഫ്ഊലുൻ ബിഹി. എന്താണ് കുടിച്ചത്? വെള്ളമാണ് കുടിച്ചത്. ഇനി മഫ്ഊലുൻ ബിഹിയുടെ ഇറാബ് എന്താണെന്ന് പരിശോധിക്കുക. ഇറാബ് എന്ന് പറഞ്ഞാൽ ആ ഫതഹ്, ദമ്മ്, കിസ്ർ എന്നൊക്കെ പറഞ്ഞ സാധനം. അൽ മഫ്ഊലുൻ ബിഹിൽ മൻസൂബാണ്. മഫ്ഊലുൻ ബിഹി എപ്പോഴും നസബ അവസ്ഥയിലാണ്, അഥവാ ഫതഹിൻ്റെ അവസ്ഥയിലാണ് ഉണ്ടാവുക. മഫ്ഊലുൻ ബിഹി എപ്പോഴും ഫതഹായിരിക്കും. അടയാളങ്ങൾ ഫതഹ് അടയാളങ്ങൾക്ക് അൽ ഫതഹ് എന്ന് പറഞ്ഞാൽ അറിയാം. പിന്നെ ദർസ് എന്നുള്ളത് ദറസ എന്നാണ് വായിക്കേണ്ടത്. കിതാബ, തൻവീൻ ഫതഹ്, കിതാബൻ, കിതാബ. യാ അലിഫ്. ഇതൊക്കെ തന്നെ എന്താണ്, മഫ്ഊലുൻ ബിഹിയുടെ ഇറാബുകളാണ്. എങ്ങനെ തിരിച്ചറിയാം? ഈ 3 ഘട്ടങ്ങൾ ഓർക്കുക. ആദ്യം ക്രിയ കണ്ടെത്തുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മഫ്ഊലുൻ ബിഹി കണ്ടെത്താൻ ക്രിയ ഏതാണെന്ന് നോക്കുക. ശേഷം ഫായിലിനെ കണ്ടെത്തുക. പിന്നെ വരുന്നത് നൗണ് ഫായിലാണ്. പിന്നീട് എന്തിനെ അല്ലെങ്കിൽ ആരെ എന്ന് ചോദിക്കുക. ആ ഉത്തരം കിട്ടുന്ന നാമത്തിനെയാണ് മഫ്ഊലുൻ ബിഹി എന്ന് പറയുന്നത്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹഫിള ത്വാലിബു ദറസ, ഫതഹ റജുലുൽ ബാബ. പിന്നെ റക്കിബൽ വലതുൽ ഹാഫില, സമയത്തുൽ അദാന, അഖ്ബൈത്തുൽ ഇൽമു. എല്ലാ വാക്യങ്ങളിലും അവസാനത്തെ നാമം മഫ്ഊലുൻ ബിഹിയാണെന്ന് അർത്ഥം. അവസാനത്തെ നാമത്തിനാണ് മഫ്ഊലുൻ ബിഹി എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? മഫ്ഊലുൻ ബിഹി നാമമായിരിക്കും. അത് ക്രിയയ്ക്ക് ശേഷം വരുന്നത് സാധാരണമാണ്. അത് പ്രവർത്തനം ഏറ്റുവാങ്ങുന്ന വ്യക്തിയെയോ വസ്തുവെയോ സൂചിപ്പിക്കുന്നു.
അതിൻ്റെ ഏറാബ് എപ്പോഴും മൻസൂബായിരിക്കും, അഥവാ ഫതഹ ആയിരിക്കും. സംഗ്രഹം എന്താണ്? ചോദ്യം: മഫ്ഊലുൻ ബി എന്താണ്? ക്രിയയുടെ പ്രവർത്തനം ഏറ്റുവാങ്ങുന്ന നാമം. ഏത് ചോദ്യത്തിനാണ് ഉത്തരം തരാം? ആരെ, എന്തിനെ എന്ന ചോദ്യത്തിന്. പിന്നെ ഏറാബ് എന്തായിരിക്കും? മൻസൂബാണ്, അഥവാ ഫതഹം. ഫതഹിൻ്റെ അടയാളം നിങ്ങൾക്കറിയാം, മുകളിൽ ഇങ്ങനെ ഒരു വരടലാണ്. പരിശീലനം: താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ മഫ്ഊലുൻ ബിയെ കണ്ടെത്തണം. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. കതബ ത്വാലിബുൽ ദറസ, അക്കലൽ വലതു തുഫാഹ, ഖറഅതുൽ ഖുർആന, ശരിബ സൈദുനുൽ മാഅ, ഫതഹ റജുലുൽ ബാബ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മഫ്ഊലുൻ ബിഹി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ എന്തായത് ഈ 9ാമത്തെ പാഠത്തിൽ പഠിച്ചത്. ഇനി അതിൻ്റെ പിന്നെ ഒരു 10 ടാസ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മഫ്ഊലുൻ ബിഹി. ഒരു ക്രിയക്ക് എന്താ പറയുക? ഫിഅല്. പിന്നെ ക്രിയ ചെയ്ത പ്രവൃത്തിക്ക് എന്താ പറയുക? ഫായില്. പിന്നെ അത് ഏറ്റുവാങ്ങുന്ന നൗണിന് എന്താ പറയുക? മഫ്ഊലുൻ ബിഹി.